ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രസന്റ് ഈസ് പ്രസന്റ് എന്ന ഡ്രാമയുടെ അടുത്ത എപ്പിസോഡുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. തുടക്കത്തിൽ 2025 നമ്മുടെ വേനയാണ് കാണിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ സിയയുടെ സ്കൂൾ ID കാർഡ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന് തല കറങ്ങാൻ തുടങ്ങുന്നു. അതായത് എന്താന്ന് വെച്ചാൽ 2025 ഇരിക്കുന്ന നമ്മുടെ പാസ്റ്റിലിരിക്കുന്ന സിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ അവനിപ്പോൾ ഓർമ്മ വരികയാണ്. അദ്ദേഹം ചിന്തിക്കുന്നു, 2024 ഓർമ്മകളെല്ലാം എനിക്കിപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പാസ്റ്റ് എല്ലാം മാറ്റിയിരിക്കുകയാണോ? അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ മാറുമോ എന്നും പറഞ്ഞ് അവൻ സന്തോഷിക്കുന്നു. പക്ഷേ ഇവിടെ 2024 എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാൽ നാട്ടുകാരെല്ലാം നമ്മുടെ വേനെ കുറ്റം പറയുകയാണ്. ഇത്രയും കാലം ഒരു പ്ലേ ബോയ് ആയി നടന്നിരുന്ന ഇവൻ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് CEO ആയത്? ഇതെല്ലാം അറിഞ്ഞ് സിയ വന്ന് ചോദിക്കുന്നു, എല്ലാവരും നിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. നിങ്ങളെന്തോ 4-5 പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാണ് ആ സിസി, കുക്കു ഇവരൊക്കെ എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട്, അതൊന്നുമില്ല, എനിക്കും ആ പെൺകുട്ടികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതൊക്കെ വെറുതെ ഓരോന്ന് പറയുന്നതാണ് എന്നും പറഞ്ഞ് അവൻ വല്ലാതെ അങ്ങോട്ട് മൈൻഡാക്കുന്നില്ല. ഓ, അങ്ങനൊന്നുമില്ലേ? എങ്കിൽ നല്ലതാണ്. നിങ്ങളിപ്പോൾ ആ പെൺകുട്ടികളെ വിളിച്ച് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ആ ശരി, ഞാൻ അവരെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് അവനും സമ്മതിക്കുന്നു. എന്നിട്ട് വൈകിട്ടാകുമ്പോൾ അവൻ ആ പെൺകുട്ടികളെ ചെന്ന് കാണുന്നു. സത്യത്തിൽ ആ പെൺകുട്ടികൾ സാധാരണക്കാരായ കുട്ടികളാണ്. അവൻ അവരോട് പറയുന്നു, നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ യാതൊരു പ്രോബ്ലവും ഉണ്ടാവാൻ പാടില്ല. അത് കേട്ട ആ പെൺകുട്ടികൾ അതൊന്നും ഉണ്ടാവില്ല സാർ എന്ന് മറുപടി പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരു ലേഡി വരികയാണ്. ഒരു സ്റ്റൈലിഷായ ഒരു ലേഡിയാണ്. അങ്ങോട്ട് വന്നതും അവൾ വേയോട്, ഹേയ്, എങ്ങനെയുണ്ട്? നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇവളെ കണ്ടതും അയ്യോ, ഇനിയിപ്പോൾ ഇവളെ എവിടുന്നാവും വന്നത് എന്നും പറഞ്ഞ് മുഖം തിരിക്കാണ്. സത്യം പറഞ്ഞാൽ അവൾ വേയുടെ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരിയായിരുന്നു. അവൾ ചോദിക്കുന്നു, എന്താപ്പാ, എന്നെ കണ്ടിട്ടിപ്പോൾ 2 വർഷമായി, അതാണോ എന്നെ ഓർമ്മ വരാത്തത്? എനിക്കറിയാം അതിന് യാതൊരു വഴിയുമില്ലെന്ന്. എന്നാ പിടിച്ചോ, ഞാൻ നിനക്ക് യൂറോപ്പിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, ഹേയ് സിസി, ഇതാ നോക്ക്, നമുക്ക് നമ്മളുടെ ഗസ്റ്റ് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ട്, ഇത് നീ എടുത്തോളൂ എന്നും പറഞ്ഞ് അവൻ ആ ഗിഫ്റ്റ് എടുത്ത് എതിരെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ ആ സ്റ്റൈലിഷായ പെൺകുട്ടി എന്ന് മാറ്റിയിട്ട് അവളുടെ പേര് തന്നെ നമുക്ക് വിളിക്കാം. അവളുടെ പേര് ലിൻസ. അപ്പോൾ ലിൻസ തൻ്റെ ബാഗിൽ നിന്നും പണമെടുത്ത് ആ 2 പെൺകുട്ടികൾക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇതാ നോക്കൂ, നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതിനുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഇത് കരുതിയാൽ മതി. ഇതും വാങ്ങിയിട്ട് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോകാമോ എന്ന് ചോദിക്കുന്നു. ആ പെൺകുട്ടികളാണെങ്കിലോ പണം കിട്ടിയ സന്തോഷം കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് വേണ്ടെടുത്ത് ചോദിക്കുന്നു, എന്താപ്പാ, നിന്റെ പഴയ കൂട്ടുകാരിയെ നീ ഇത്ര വേഗം പറ്റിക്കാമെന്ന് കരുതിയോ? ഇതുപോലത്തെ ഒന്നുമല്ലാത്ത പെൺകുട്ടികളോട് നീ കൂട്ടുകൂടിയാൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമെന്ന് നീ വിചാരിച്ചോ? അത് കേട്ടുവേ, അയ്യോ ലിൻ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറയണം, നീയും ഞാനും ഒരിക്കലും സെറ്റാവില്ല. ലിൻ ചോദിക്കുന്നു, നമ്മൾ സെറ്റാവില്ലെന്ന് നീ എങ്ങനെയാണ് പറയുന്നത്? നീ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ നോക്കി പ്രേമിച്ചാലല്ലേ നിന്റെ ലൈഫ് നന്നാവുകയുള്ളൂ. ശരിയാണ്, എനിക്ക് പ്രേമിക്കണം. എന്നാൽ നീ എനിക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ നോക്കി തരുമോ? അവൻ പറയുന്നത് കേട്ട്, തീർച്ചയായിട്ടും ഞാൻ നോക്കി തരാമല്ലോ. ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ഡിന്നറിന് വരികയാണെങ്കിൽ നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ അവൾ മറുപടി പറയുന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് മാറിയിരുന്നു കൊണ്ട്, ഇതാ നോക്കുലിൻ, ഞാൻ വീണ്ടും പറയുന്നു, നീയും ഞാനും ഒരിക്കലും സെറ്റാവില്ല. നീ ഇവിടെ നിന്ന് പോകാമോ? ഇത് നീ കുറേ കാലമായിട്ട് പറയുന്നതാണല്ലോ. എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും എന്നെക്കാളും മികച്ചൊരു പെണ്ണിനെ നിനക്ക് കിട്ടില്ല. എന്താ നീ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്? ഇങ്ങനെ തന്നെ സിംഗിളായിട്ട് ഇരിക്കാനാണോ നിന്റെ പ്ലാൻ? അവൾ പറയുന്നത് കേട്ട്, ഞാൻ സിംഗിളായിട്ട് ഇരിക്കുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? എൻ്റെ ആത്മാർത്ഥ പ്രണയത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഓ, ആത്മാർത്ഥ പ്രണയമോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സിയ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവൾ നേരെ വേടടുത്ത്, ഡാർലിംഗ്, എന്ത് ചെയ്യുകയാണ്? സോറി, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. ലിൻ ഇത് കണ്ട്, ആരാ ഈ പെൺകുട്ടി? അത് കേട്ട് സിയ, സോറി, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി, ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഗേൾഫ്രണ്ട്. ഇതൊക്കെ കണ്ട് അമ്പരം നിൽക്കുകയാണ്. ആ സമയത്ത് സിയയുടെ ആക്ഷൻ കണ്ട് വേയും കൂടെ കൂടുന്നു. അതെ,
ഇവൾ തന്നെയാണ് എൻ്റെ ഗേൾഫ്രണ്ട്. ലിൻ പറയുകയാണ്, ഇവൾ നിന്റെ ഗേൾഫ്രണ്ടോ? കുറച്ചു മുന്നേ അല്ലേ 2 പെൺകുട്ടികൾ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്? സിയ ചിരിച്ചുകൊണ്ട് പറയുന്നു, സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. വേക്ക് ആ 2 പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന വാർത്ത വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഇവിടെ നിങ്ങളെപ്പോലെ ഒരാളെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മുടെ വേ ആ സന്ദർഭം മുതലെടുത്ത് സിയയുടെ കൈ പിടിച്ചോണ്ട് പറയുന്നു, അതെ, ഇവൾ എൻ്റെ ഗേൾഫ്രണ്ട് ആണ്. ഇത് കേൾക്കുമ്പോൾ സിയ ഒന്ന് അമ്പരക്കുന്നു. പക്ഷെ അവിടെയുള്ള ലിന്നിന് ഇതൊന്നും വിശ്വാസം വരുന്നില്ല. അവൾ ചോദിക്കുന്നു, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഭിനയിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയില്ലേ? അതിന് മറുപടി സിയ പറയുന്നു, അല്ലല്ല, ഞാൻ ശരിക്കും ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആണ്. അപ്പോൾ അവൾ കളിയാക്കിക്കൊണ്ട് പറയുന്നു, കാണാനുമുണ്ടല്ലോ, നല്ലൊരു ഷൂ പോലും ഇടാൻ അറിയാത്ത ഒരാളെയാണോ നീ ഗേൾഫ്രണ്ടായി കൂടെ കൂട്ടിയിട്ടുള്ളത്? സിയ ഇട്ടിരിക്കുന്നത് ഒരു സാധാരണ ഷൂ ആണ്. അത് കണ്ടാണ് അവൾ കളിയാക്കുന്നത്. സിയ അവൾക്ക് മറുപടിയായി പറയുന്നു, അതിനൊരു കാരണമുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് ഷൂ വാങ്ങിക്കൊടുത്താൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വരും. അത് പേടിച്ചാ ഞാൻ പഴയ ഷൂ ഇട്ടത്. പുള്ളി എൻ്റെ അടുത്ത് കുറേ തവണ പറഞ്ഞു ഷൂ വാങ്ങിത്തരാമെന്ന്. പക്ഷെ അതൊന്നും എനിക്ക് സെറ്റാവില്ല. അതുകൊണ്ടാണെന്ന് പറയുന്നു. വേ കൂടെ കൂടുന്നുണ്ട്. അതെ അതെ, ഞാൻ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് അവൻ ചിരിക്കുന്നു. ഇതൊന്നും കേട്ടിട്ട് ലിന്നിന് വിശ്വാസം വരുന്നില്ല. ഇവളെ കണ്ടാൽ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് തോന്നുന്നില്ലല്ലോ. ഇതിനുള്ള മറുപടി സിയ കൊടുക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് മാത്രമല്ല, അസിസ്റ്റന്റും കൂടിയാണ്. പിന്നെ കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ചാണ്. വേ അതിന്റെ കൂടെ കൂടുന്നു. അതെ, കമ്പനിയിലൊക്കെ ഞങ്ങൾ നല്ല ജോളി ആയിട്ടാണ് വർക്ക് ചെയ്യാറ്. പിന്നെ വർക്ക് സ്പേസിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് റൊമാൻസും ചെയ്യാറുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ലിൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഓ ശരി, നാളെ ഞാൻ ഈ നാട്ടിൽ വന്നതുകൊണ്ട് വീട്ടിൽ ഒരു വെൽക്കം പാർട്ടി വെച്ചിട്ടുണ്ട്. നീയും നിന്റെ ഗേൾഫ്രണ്ടും കൂടി അങ്ങോട്ട് വരണം കേട്ടോ. അപ്പോൾ വേ സിയാടെ അടുത്ത്, നീ എന്താ ഡാർലിംഗ് പറയുന്നത്? അപ്പോൾ നമുക്ക് പോയാലോ? ഇത് കേട്ട് സിയ അന്തം വിട്ടോണ്ട് നിൽക്കാണ്. അപ്പോൾ വേ ലിനിന്റെ അടുത്ത് പറയുന്നു, ആ ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായും വെൽക്കം പാർട്ടിക്ക് വരും എന്നും പറഞ്ഞ് സിയയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കുറച്ചു ദൂരം വന്നതും സിയ പറയുന്നു, അയ്യോ കൈയെടുക്ക്, എന്താണ് കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റൊരു പ്രശ്നത്തിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി ഞാനൊരു നടിയെ കൊണ്ടുവരാനിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം അവർ വരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവസാനം എനിക്ക് തന്നെ ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നത്. എങ്കിലും നീ വളരെ നന്നായി അഭിനയിച്ചു എന്ന് അവൻ പറയുമ്പോൾ, എങ്ങനെയെങ്കിലും നിങ്ങളെ പ്രശ്നം തീരുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് കേട്ട് വേ പറയുന്നു, ആഹാ, അതിലൊരു വഴിയുമില്ല. ആ ലിൻ അവൾ ഒരു സാധാരണക്കാരിയല്ല, വളരെ അപകടകാരിയാണ്. അവളോട് ഇടപഴകുമ്പോൾ നീ വളരെ ശ്രദ്ധിക്കണം. ഇത് കേട്ടതും സിയ അവളെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുന്നു. അവൾ വലിയൊരു പണക്കാരിയാണ്. ഹിൽ ക്യാപിറ്റൽ കമ്പനിയുടെ ഒരേ ഒരു അവകാശി. അവൾക്ക് വയലിൻ നന്നായി വായിക്കാൻ അറിയുന്ന ഒരാളും കൂടിയാണ്. ഇതൊക്കെ വായിച്ചു നോക്കിയ സിയ വേണ്ടടുത്ത് പറയുന്നു, നിങ്ങൾ അവളെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ഇമേജ് കൂടില്ലേ? അതുമാത്രമല്ല, അവളുടെ അച്ഛൻ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. കമ്പനിയും നല്ല രീതിയിൽ വളരും. ഇത് കേട്ട് വേ പറയുകയാണ്, എന്തൊക്കെയാ നീ ഈ പറയുന്നത്? ഒന്ന് നിർത്ത്, ഇനി അവളെ കുറിച്ച് സംസാരിക്കണ്ട. പിന്നെ ഞാൻ എന്തിനാണ് നാളെ വെൽക്കം പാർട്ടിക്ക് പോകാമെന്ന് പറഞ്ഞതെന്നറിയോ? എനിക്ക് അവളുടെ അച്ഛനെ കാണണം. അവരടുത്ത് നല്ലപോലെ സംസാരിച്ച് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് നാളെ ഞാൻ പോകാമെന്ന് പറഞ്ഞത്. അത് കേട്ട് സിയ, ഓ ശരി, എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും പ്ലീസ് നീയും എൻ്റെ കൂടെ ആ വെൽക്കം പാർട്ടിക്ക് വരണം. ഒരു ഫീൽഡ് ട്രിപ്പ് ആണെന്ന് കരുതിയാൽ മതി എന്ന് വേ പറയുന്നു. അവൾ എന്ത് പറയണമെന്നറിയാതെ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ട് വേ പറയുന്നു, ഓക്കെ ശരി, നീ സമ്മതിച്ചല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹേ, ഞാനെപ്പോൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചൊന്നുമില്ല എന്ന് സിയ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവർ സിയാക്ക് വേണ്ടിയിട്ട് പാർട്ടിക്ക് പോകാൻ ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നു. സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വേയാണ്. അവൾ ഓരോ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴും അവൻ അത് കണ്ട്, അത് വേണ്ട, അത് കൊള്ളില്ല, ഇത് വേണ്ട, ഇത് കുറച്ച് ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു വൈറ്റ് ഡ്രസ്സ് അവന് ഇഷ്ടപ്പെട്ടു. അതിൽ സിയയും കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ സിയ ആ ഡ്രസ്സിന്റെ വില ചോദിക്കുന്നു. അവിടെയുള്ളവർ ഇതിന് വെറും 56,000 രൂപയുള്ളൂ മാം എന്ന് പറയുന്നു. അവരെ അടുത്ത് വേ പറയുന്നു, ആ എന്നാ ശരി, നിങ്ങൾ പെട്ടെന്ന് ബില്ലെടുത്ത് കൊണ്ടുവരൂ. ഇത് കേട്ട് സിയ, എന്ത് ബില്ലോ? എൻ്റെ അടുത്ത് അത്ര ക്യാഷൊന്നുമില്ല, എനിക്ക് ഇത്ര പണമൊന്നും നൽകാനും പറ്റില്ല. അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നും പറഞ്ഞ് സിയയുടെ അടുത്തോട്ട് അവൻ വന്നുകൊണ്ടിരിക്കുന്നു. അവളെ ഹഗ് ചെയ്യുന്ന പോലെ അടുത്തോട്ട് പോയിട്ട് അവളുടെ പുറകിലുള്ള ടാഗ് മാറ്റുന്നു. സിയയാണെങ്കിലോ ഇതെന്ത് സംഭവിക്കുന്നു എന്നറിയാതെ നിൽക്കുന്നു. വേ അവളോട്, ഇത് എടുക്കാനാണ് ഞാൻ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നത് കേട്ട് സിയ, വേണ്ട, ആ ടാഗ് തരൂ. ഈ ടാഗ് ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയി വിൽക്കും, അപ്പോൾ എനിക്ക് പണം ലഭിക്കും എന്ന് അവൾ പറയുന്നത് കേട്ട് വേ,
എന്താണ് എപ്പോഴും ഇങ്ങനെ പണം പണം എന്ന് ചിന്തിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള പണമൊക്കെ ഞാൻ നൽകാം, നീ ആ ഒരു കാര്യത്തിൽ ഒട്ടും വിഷമിക്കണ്ട. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ലേഡി വന്ന്, മാം, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്, ഈ ഹീൽസ് ഉണ്ടല്ലോ അത് ഈ ഡ്രസ്സിന് നല്ല മാച്ചായിരിക്കും എന്നും പറഞ്ഞ് അത് കാണിക്കുന്നു. അവളത് നോക്കിക്കൊണ്ട്, ആ ഇത് നല്ലതാണ്, നിങ്ങൾ അതിന് പണം നൽകൂ എന്ന് വേൻ്റെ അടുത്ത് പറയുന്നു. ആ ശരി, ഞാൻ നൽകാം എന്ന് പറയുമ്പോൾ അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് ഷൂ വാങ്ങിക്കൊടുത്താൽ അവർ പിരിയുമെന്ന് അവൾ നേരത്തെ ലിന്നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അതാലോചിച്ച്, അയ്യോ വേണ്ട, എനിക്ക് വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് അവളടുത്ത് പറയുന്നു. നീ തന്നെ ഇതിന് ക്യാഷ് കൊടുത്തോ. ഇത് കേട്ട് സിയ, എന്ത്, ഞാൻ പണം നൽകണമോ? എൻ്റെ അടുത്ത് 10 പൈസ പോലും ഇല്ല, എനിക്കിതിന് പണം നൽകാൻ കഴിയില്ല. എന്ത്, നിനക്ക് പണം നൽകാൻ കഴിയില്ലെങ്കിൽ നീ ആ പഴയ ഷൂ തന്നെ ഇട്ടോ. അങ്ങനെ പറയുന്നത് കേട്ട് സിയ, എന്ത്, ഇത്രയും മോഡേണായ ഡ്രസ്സിൻ്റെ കൂടെ ഈ പഴയ ഷൂവോ? കാണുന്നവർ എനിക്ക് വട്ടാണെന്ന് കരുതും. ഇല്ല, നീ ഏത് ഷൂ ഇട്ടാലും അത് നിനക്ക് മനോഹരമായിരിക്കും എന്നവൻ പറയുന്നു. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. എനിക്ക് ഹീൽസ് തന്നെ വേണം, ഞാനിത് ഊരില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കുന്നു. ആഹാ, നീ പറഞ്ഞാലും കേൾക്കില്ലേ എന്നും പറഞ്ഞ് അവളെ തൂക്കിയെടുത്ത് അവളെ കാലിലുള്ള ആ ഹീൽസ് മാറ്റി ആ ഷൂ ഇട്ട് കൊടുക്കുന്നു. അവൾ എന്ത് ധരിച്ചാലും സുന്ദരമായിരിക്കും. ഈ ഡ്രസ്സിൽ അവൾ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ അവളെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം രണ്ടുപേരും വെൽക്കം പാർട്ടിക്ക് പോകുന്നു. അവിടെ ലിൻ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചുറ്റും നിന്ന് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നു. ലിൻ ആദ്യം നല്ല റൊമാൻറ്റിക് ആയിട്ട് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ കണ്ടതും അവൾ ദേഷ്യത്തോടെ വയലിൻ വായിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവൾ നന്നായി വയലിൻ വായിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യത്തോടെ വയലിൻ വായിക്കുന്നത് കണ്ടിട്ട് സിയ പേടിച്ച് വേന്റെ കയ്യിൽ പിടിക്കുന്നു. വയലിൻ വായിച്ചു കഴിഞ്ഞ ഉടനെ അവൾ നേരെ ഇവരുടെ അടുത്തോട്ട് വരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് പാർട്ടി തുടങ്ങാൻ പോവുകയാണ്, അതിനായി കുറേ ഫ്ലവേഴ്സ് ഡെക്കറേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സിയ, നീയും വരൂ, എൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യാമോ? ഇത് കേട്ട് വേ സിയാനെ ഒന്ന് പിടിച്ചുകൊണ്ട്, അവൾക്ക് ഫ്ലവേഴ്സ് അലർജിയാണ്, അവൾ വരില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് സിയ അവൻ്റെ അടുത്ത് കണ്ണുകൊണ്ട്, അങ്ങനൊന്നുമില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. വേ ഇങ്ങനെ സിയയുടെ തോളിൽ കൈയിട്ടിരിക്കുന്ന കാര്യം അവിടെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു. ഉടനെ അവിടെ സംസാരം വരുന്നു. ഇവൻ അവൻ്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയല്ലേ, എന്തൊക്കെയോ കാണിച്ച് അവനെ മയക്കിയതാവാനാണ് സാധ്യത. ഇതൊക്കെ സിയ കേൾക്കുന്നുണ്ട്. അവൾ സങ്കടത്തോടെ തല താഴ്ത്തി നിൽക്കുന്നു. അതിനുള്ള മറുപടി വേ കൊടുക്കുന്നു. ശരി ശരി, നിർത്തൂ, നിങ്ങളെല്ലാവരും എന്താ ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? എന്താണ് കാര്യം? നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പം എന്താണ് സംശയം? ഇവൾ എന്നെ എന്തെങ്കിലും കാട്ടി മയക്കിയതെന്നോ അല്ല ഞാൻ എന്തിനാണ് ഇവളെ തെരഞ്ഞെടുത്തതെന്നോ? ഇവിടെ നല്ല പണക്കാരുടെ മക്കളും സുന്ദരികളായ പെൺകുട്ടികളുണ്ടായിട്ടും ഞാൻ എന്തിനാണ് ഇവളെ തെരഞ്ഞെടുത്തതെന്ന അത്ഭുതമാണോ നിങ്ങൾക്കുള്ളത്? പക്ഷേ സത്യത്തിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ടതല്ല, ഇവളോട് ചോദിക്കേണ്ടതാണ്. ഈ നാട്ടിൽ സുന്ദരന്മാരായ ആൺകുട്ടികളുണ്ടായിട്ടും ഇത്ര നല്ലൊരു പെൺകുട്ടി എന്നെ പോലെ ഒരാളെ എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് അവളോടാണ് ചോദിക്കേണ്ടത്. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സിയ അവനെ അമ്പരന്ന് നോക്കുന്നുണ്ട്. അവൻ നിർത്തുന്നില്ല. നിങ്ങളെല്ലാവരും എന്താണ് കരുതുന്നത്? അവൾ എൻ്റെ കൂടെ പണത്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നോ? ഒരിക്കലുമില്ല. അവൾ എൻ്റെ കൂടെ പണത്തിനു വേണ്ടി ആർത്തി പിടിച്ചാണ് നിൽക്കുന്നതെന്ന് നിങ്ങളൊക്കെ എങ്ങനെ തീരുമാനിക്കും? ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പരസ്പരം കൂടെ നിൽക്കുന്നത് പണത്തിനു വേണ്ടിയാകാം. അത് വേറെ കാര്യം. നിങ്ങളിൽ ആരെങ്കിലും ബസ് പിടിക്കാൻ വേണ്ടി രാവിലെ ഓടി നടക്കാറുണ്ടോ? അതോ പണത്തിനു വേണ്ടി രാത്രിയും വൈകിട്ടും ജോലി ചെയ്യാറുണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് തന്നെ പണം ലഭിക്കുന്നുണ്ടാവും. പക്ഷെ അവൾ അങ്ങനെയല്ല. അവൾ ഇതുവരെ സമ്പാദിച്ച ഓരോ രൂപയും അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അവളെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കാൻ നിങ്ങൾ ആർക്കും ഒരു അവകാശവും ഇല്ല. ഇനി ഇതും പറഞ്ഞ് അവളുടെ പുറകെ ആരും നടക്കരുത്. ശരി, ഇത്ര നാളും ഞാൻ നിങ്ങൾക്കാർക്കും ഇവളെ പരിചയപ്പെടുത്തിയിരുന്നില്ല. ഇവളുടെ പേര് സിയ. ഇവളാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. അവൾക്കു വേണ്ടി ഇത്രയധികം സംസാരിച്ചതുകൊണ്ട് സിയ അവനെ സന്തോഷത്തോടെ ഇംപ്രസ് ആയിക്കൊണ്ട് നോക്കി നിൽക്കുന്നു. എന്നിട്ട് വേ അവളോട് പറയുന്നു, എല്ലാത്തിനും നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. നിന്നെ ഞാൻ മുമ്പ് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ നിന്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അയ്യോ നിർത്തൂ, നമ്മളെപ്പോഴും പാസ്റ്റ് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിനേക്കാൾ നല്ലതല്ലേ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ലിന്നിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അച്ഛനെ കണ്ടതും ലിൻ സങ്കടത്തോടെ നിൽക്കുന്നു. അത് കണ്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്തു പറ്റി ലിൻ, നീ എന്തിനാണ് വിഷമിച്ചു നിൽക്കുന്നത്? അച്ഛാ, ഞാൻ പറഞ്ഞ ആ വേയില്ലേ, അവന് യഥാർത്ഥത്തിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആഹാ, അത് നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഞാൻ എത്ര നാളായിട്ട് നിന്നോട് പറയുന്നു നിനക്ക് അവൻ ചേരില്ലാന്ന്. നീ അത് ഇപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറാവ്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേ അങ്ങോട്ട് വരികയാണ്. ഹായ് അങ്കിൾ,
എന്ന് പറയുമ്പോൾ അദ്ദേഹം, വാ മോനെ, എത്രയായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. ഹാ, ഇപ്പൊ വന്നില്ലേ അങ്കിൾ എന്ന് അവൻ മറുപടി കൊടുക്കുന്നു. ആക്ച്വലി അങ്കിൾ, നിങ്ങളോട് എനിക്ക് കുറച്ച് തനിയെ സംസാരിക്കാനുണ്ട്. ആണോ? എന്നവാ, സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആ സമയത്ത് ലിൻ വെറുതെ ഇരുന്നില്ല. അവൾ നേരെ സിയയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി വേ സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ഇംപ്രസ് ആയിപ്പോയി എന്ന് ലിൻ പറയുന്നു. പക്ഷെ നീയും വേയും ജസ്റ്റ് സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരു പെൺകുട്ടി വരികയാണ്. ഹേയ് ലിൻ, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധികയാണ്. നിങ്ങൾ വയലിൻ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ ഓ ശരി എന്ന് പറയുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി സിയാടെ അടുത്ത്, ഹേയ് ഇങ്ങോട്ട് നോക്ക്, നീ ചുമ്മാതല്ലേ നിൽക്കുന്നത്, ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് ഫോട്ടോ എടുക്ക് എന്ന് അവളടുത്ത് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എങ്കിലും അവൾ ഫോൺ വാങ്ങി ഫോട്ടോ എടുക്കാൻ വരുന്നു. പിന്നെയും ആ പെൺകുട്ടി, എന്താ നീ അങ്ങനെ തന്നെ നിൽക്കുന്നത്, കുറച്ച് പുറകിലോട്ട് മാറി നിന്ന് ഫോട്ടോ എടുക്ക്, എന്തിനാ ഇങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം അവളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ലിൻ ഇത് കേട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സിയ കയറി സംസാരിക്കുന്നു. ഹലോ, നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ കുറച്ചും കൂടെ മര്യാദയോടെ സംസാരിക്കൂ, അല്ലാതെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവൾ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ഇടയിൽ ലിന്നും പറയുന്നു, അതെന്താ നിനക്ക് അല്പം പോലും മര്യാദ കാണിക്കാൻ അറിയില്ലേ? ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ലിൻ ആ പെൺകുട്ടിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. നിർത്തു ലിൻ, നിന്റെ വായൊന്ന് അടച്ചു വെക്ക്. നിന്നോടൊപ്പം ഫോട്ടോ എടുക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് വേയെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ ഇവളാണ് വേന്റെ കാമുകി. അതുകൊണ്ട് അവളെ ഒന്ന് ഡാമേജ് ചെയ്താൽ നീ സന്തോഷമാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ട് ലിൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ. ആദ്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ വിളിച്ചോ? മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതൊക്കെ കേട്ട് സിയ അവളോട് പറയുന്നു, സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ പറഞ്ഞത് എന്നെ ഒരുപാട് അങ്ങ് ഇംപ്രസ് ചെയ്തു. ലിൻ പറയുന്നു, എനിക്ക് വേയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനർത്ഥം ഞാൻ അവനോടൊപ്പം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എനിക്കും അവനും ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ വഴിക്ക് വരുന്നവരെ ഞാൻ അവനൊപ്പം ഉണ്ടാകും. ഓ ശരി ശരി, എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സിയ അവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങനെ കാറിലിരിക്കുമ്പോൾ പ്രസന്റിലുള്ളവേ അവൾക്ക് കോൾ ചെയ്യുന്നു. അവൾ ചോദിക്കുന്നു, ഹേയ് നിനക്ക് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നത്, കറക്റ്റായി എല്ലാം പറയാൻ കഴിയുന്നത്? അത് കേട്ട് അവൻ പറയുന്നു, ഹേയ് നീ ഇപ്പോൾ ഏത് തീയതിയിലാണോ നിൽക്കുന്നത് അതേ തീയതിയിൽ തന്നെ 2025 ഞാൻ നിൽക്കുന്നത്. ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നീ ദയവ് ചെയ്ത് ലെഗ് സൈഡ് ഹോട്ടലിലോട്ട് മാത്രം പോകരുത്. എന്ത്? ആ ഹോട്ടലിലേക്കോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അവിടെയാണുള്ളത് എന്ന് സിയ പറയുന്നത് കേട്ടുവേ, അല്ല നീ ഇന്ന് അവിടെ നിൽക്കരുത്, നിനക്കത് അപകടമാണ് എന്ന് പറയുമ്പോഴേക്കും കോള് കട്ടാകുന്നു. അവൾ ചിന്തിക്കുന്നു, എന്ത്, എനിക്ക് അപകടമോ? എന്തായിരിക്കും? അപ്പോഴാണ് ഷാവു എന്ന അയാൾ ആരും അറിയാതെ ആ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. അയ്യോ, ഇവൻ തീർച്ചയായിട്ടും ബോസിന് വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവൾ വേനെ അന്വേഷിച്ചു പോകുന്നു. അവൾ നേരെ ലിന്നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, സാർ സാർ, കുറച്ചു നേരത്തെ ഇവിടെ വേ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ, അതെ, അതിന് നീ ആരാണ്? അതിന് മറുപടിയായിട്ട് അവൾ പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഒന്ന് പറയൂ സാർ, അദ്ദേഹം എവിടെ പോയി? അവൻ നിന്നെയും നോക്കി കുറച്ചു മുമ്പേ ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇത് കേട്ടതും അവൾ അവിടുന്ന് വേഗം ഓടിപ്പോകുന്നു. ഇവിടെ വേ പുറത്ത് വന്ന് അവളെ അന്വേഷിക്കുന്നു. ഇവൾ ഇവിടെയല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ എങ്ങോട്ട് പോയി എന്നും ചോദിച്ചുകൊണ്ട് അവൻ അവളെ ഫോൺ വിളിക്കുന്നു. എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ഷൗ എന്നവൻ അവൾക്ക് മയക്കുമരുന്ന് നൽകി അവളെ കടത്തി കൊണ്ടുപോകുന്നത് കാണാം. നീ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞ് അവളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നേരെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട് തള്ളിയിടുന്നു. അവൾ മയക്കത്തിലായതുകൊണ്ട് തന്നെ അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അവൾ അങ്ങനെ വെള്ളത്തിന്റെ അടിയിലോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സീൻ കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.